എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രതിച്ഛായ, വിലായത്ത് ബുദ്ധ, ദുരന്തർ 2, സംഭവം എന്നിങ്ങനെയുള്ള മൂവികളുടെ OTT റിലീസുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റ് ഒരു ഹിന്ദി മൂവിയാണ് ഓ റോമിയോ. വിശാൽ ഭരദ്വാജ് രചനയും സംവിധാനം നിർവഹിച്ച് ഷാഹിദ് കപൂർ, തൃപ്തി ദിമ്രി, നാനാ പട്ടേക്കർ, അവിനാഷ് തിവാരി, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഓ റോമിയോ. 150 കോടി രൂപയോളം ബഡ്ജറ്റ് വന്ന ഈ മൂവിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 92 കോടി 86 ലക്ഷം രൂപയായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ, ശ്രീലീല എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ കോമഡി ത്രില്ലർ ചിത്രമാണ് ഉസ്താദ് ഭഗത് സിംഗ്. 150 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 93 കോടി രൂപയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 23 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് സംഭവം അധ്യായം 1. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ ജിത്തു സതീശനാണ്. ഒരു മിസ്റ്ററി ഫാന്റസി ടൈം ലൂപ്പ് ത്രില്ലറാണ് സംഭവം അധ്യായം 1. ഇതിൽ അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, സെന്തിൽ കൃഷ്ണ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ഒരു നിഗൂഢവനത്തിലാണ് കഥ നടക്കുന്നത്. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഏപ്രിൽ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കണിമംഗലം കോവിലകം. പ്രശസ്തമായ ഒരു വെബ് സീരീസിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് മോഹന്റെ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ അജ്മൽ ഖാൻ, അഭിജിത്ത്, മുഹമ്മദ് റാഫി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ഒരു ഹോസ്റ്റലിനും കോളേജിനും ഇടയിലുള്ള പഴയ ശ്മശാനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സിനിമ. ഒരു ഹൊറർ കോമഡി സിനിമയാണ് കണിമംഗലം കോവിലകം. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായകന്മാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമയും സൺ നെക്സ്റ്റുമാണ് സ്വന്തമായിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് തായ്ക്കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ്ക്കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് നാങ്കൾ. അവിനാഷ് പ്രകാശ് സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയൊരു ഡ്രാമ മൂവിയാണ് നാങ്കൾ. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജ് സുകുമാരൻ, ഷമ്മി തിലകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വിലായത്ത് ബുദ്ധ. പ്രിയമത കൃഷ്ണൻ, അനുമോഹൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. 2025 നവംബർ 21 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് വിഷുവിനോടനുബന്ധിച്ചായിരിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ഡാർക്ക് നൈറ്റ്. 2026 മാർച്ച് 11 റിലീസ് ചെയ്തൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ഡാർക്ക് നൈറ്റ്. പൂർണ്ണ, ത്രിഗുൺ എ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി GR ആദിത്യ സംവിധാനം ചെയ്ത മൂവിയാണ് ഡാർക്ക് നൈറ്റ്. ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സൈക്കോ കില്ലർ. 2026 പുറത്തിറങ്ങിയൊരു ഹൊറർ ക്രൈം ത്രില്ലർ മൂവിയാണ് സൈക്കോ കില്ലർ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ദുരന്തർ 2. രൺവീർ സിംഗിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആദിത്യദർ സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ 2. ഇതിൽ രൺവീർ സിംഗിനെ കൂടാതെ സഞ്ജയ് ദത്ത്, അർജുൻ രാംപാൽ, അക്ഷയ് ഖന്ന എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. മികച്ച കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ആഗോളതലത്തിൽ ഏകദേശം 1650 കോടി രൂപയിലധികം കളക്ഷൻ നേടിയെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 150 കോടി രൂപയ്ക്കാണ് ജിയോ ഹോട്ട്സ്റ്റാർ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും മെയ് മാസം 14 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. ജോൺ പാറ്റൻ ഫോർഡ് സംവിധാനം ചെയ്തൊരു ബ്ലാക്ക് കോമഡി ത്രില്ലർ ചിത്രമാണ് ഹൗ ടു മേക്ക് എ കില്ലിംഗ്. 2026 ഫെബ്രുവരി 20 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്, ആപ്പിൾ TV എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ റെന്റ് ഓർ ബൈയിങ് ഓപ്ഷനിൽ ലഭ്യമാണ്.
അതോടൊപ്പം HBO Maxിലൂടെ ജൂൺ മാസം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് മലയാളത്തിലും തമിഴിലും റിലീസ് ചെയ്യുന്ന ഒരു വെബ് സീരീസാണ് കാക്കി സർക്കസ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ് കാക്കി സർക്കസ്. ഇതിൽ രാജേഷ് മാധവൻ, മുനിഷ്കാന്ത് എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഇവർ കൂടാതെ ഗൗതമി നായർ, സുഭാഷ് സെൽവം തുടങ്ങിയവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അമീർ ബാരിഫ് സംവിധാനം ചെയ്ത ഈ സീരീസിന്റെ കഥ നടക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു പട്ടണത്തിലാണ്. ഒരു കുറ്റകൃത്യത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത്. C5 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു മലയാളം മൂവിയാണ്, ദ കേരള സ്റ്റോറി 2. ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ദ കേരള സ്റ്റോറി 2. ഉൽക്ക ഗുപ്ത, അതിഥി ഭാട്ടിയ, ഐശ്വര്യ വച്ച എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത മൂവിയാണ് ദ കേരള സ്റ്റോറി 2. കേരളത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മതപരിവർത്തനവും പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന വഞ്ചനയുമാണ് ഈ സിനിമയുടെ പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രതിച്ഛായ. നിവിൻ പോളിയെ നായകനാക്കി B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ് പ്രതിച്ഛായ. ഇതിൽ നിവിൻ പോളിയെ കൂടാതെ ബാലേന്ദ്ര മേനോൻ, ഷർഫുദ്ദീൻ, നീതു കൃഷ്ണ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ മനോരമ മാക്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് നിലാവേ. റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ് നിലാവേ. ഈ TV OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.